നിർമ്മിത വാർത്ത ശരിയും തെറ്റും സംവാദം. തുഞ്ചൻ ഉത്സവത്തോടനുബന്ധിച്ച് തിരൂർ തുഞ്ചൻ പറമ്പിൽ നടന്ന ഈ ചർച്ചയിൽ പ്രമുഖ മാധ്യമപ്രവർത്തകർ പങ്കെടുത്ത് സംവദിച്ചു. ശ്രീനാരായണ ഗുരുവിൻ്റെ കവിതകൾ പോലെ ഒരു ദൈവദശകം പോലെ ഒന്ന് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ എഴുതി തരുമെന്ന് പറഞ്ഞാൽ അതും തരാൻ ഗ്രോക്ക് തയ്യാറാണ്. അതിപ്പോൾ നമുക്ക് അതിനകത്ത് ഫിലോസഫിക്കലായിട്ടോ അല്ലെങ്കിൽ കാവ്യാത്മകമായിട്ടോ വലിയ കുറ്റമൊന്നും പറയാനില്ലാത്തത് പെർഫെക്റ്റ് ആയിട്ട് തരുന്നാണ് പറയുന്നത്. പക്ഷെ അതിനകത്ത് ഒരു കാര്യമുണ്ട്, എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് കിടക്കുന്ന, ഇപ്പം പഴയൊരു കഥയുണ്ട്, പണ്ട് കുറച്ച് സമയം എടുത്ത് തന്നെ കഥ പറയാം. അതായത് ഒരു പള്ളിയിൽ കുർബാന സമയത്ത് ഒരു അച്ഛൻ നന്നായിട്ട് സംസാരിക്കും, ബൈബിളൊക്കെ ഉദ്ധരിച്ച് വളരെ നന്നായിട്ട് മനോഹരമായിട്ട് സംസാരിക്കും. അപ്പം അച്ഛൻ്റെ ഈ വാഗ്ധോരണിയിൽ അവിടുത്തെ ഇടവകക്കാരൊക്കെ വളരെ സംപ്രീതരാണ്, വളരെ സന്തുഷ്ടരാണ്, അവർക്ക് വലിയ സന്തോഷമാണ്. അവിടെ ഒരു കൊച്ചച്ഛൻ, ചെറിയ അച്ഛൻ, രണ്ടാമത്തെ ആൾ, അദ്ദേഹത്തിന് ഇതുപോലെ പ്രസംഗിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അപ്പം പലതവണ വലിയ അച്ഛനോട് ചോദിക്കുകയും അച്ഛൻ ഒരു തവണ പറയും, നീ പ്രസംഗിച്ചോളൂ, നീ അടുത്ത കുർബാന അടുത്ത ഞായറാഴ്ച നീ സംസാരിച്ചോളൂ ഇവിടെ ഇരുന്നിട്ട് എന്ന് പറയും. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇദ്ദേഹത്തിന് വലിയ സന്തോഷമായിട്ട് ഞങ്ങളെല്ലാം ഈ ചർച്ചകൾക്കൊക്കെ പോകുമ്പോൾ പഠിക്കുന്നത് പോലെ ഇരുന്ന് കുത്തിയിരുന്ന് ബൈബിളെല്ലാം ഒന്നുകൂടിയെല്ലാം വായിച്ച് എന്ത് പറയണമെന്നൊക്കെ ഉറപ്പിച്ച് കാര്യങ്ങളെല്ലാം ഒന്ന് പഠിച്ചു വന്ന് അദ്ദേഹം ആ ദിവസം അദ്ദേഹമാണ് സംസാരിക്കുക. അപ്പോൾ വലിയ അച്ഛൻ അവിടെ ഇരിക്കുന്നുണ്ടാവും, ഫാദർ അവിടെ ഇരിക്കുന്നുണ്ട്, ഈ കൊച്ചച്ഛൻ പ്രസംഗിക്കുകയാണ്. അപ്പം പോകുന്നതിന് മുമ്പ് അച്ഛൻ പറഞ്ഞു, ആദ്യമായിട്ടാണ് കുറച്ച് 2 വീഞ്ഞ് കഴിച്ചിട്ട് പോയിക്കോ, എന്നാലൊരു ഉഷാർ വരും. ഓക്കെ, അപ്പോൾ അച്ഛനത് ശരി എന്ന് പറയും. അപ്പോൾ ഇയാൾ പോയി 2 അടിച്ച് വെച്ചു, 2 കൂടെ അടിച്ചേക്കാം എന്ന് വെച്ചാൽ 4 അടിക്കും. അപ്പോൾ മുപ്പര അവിടെ ചെന്ന് ഞായറാഴ്ച ആ ഇടവക കേട്ടിട്ടില്ലാത്ത വിധം ഗംഭീരമായിട്ടുള്ള പ്രഭാഷണം നടത്തും. എല്ലാവരും അവസാനം ഇതെല്ലാം കഴിഞ്ഞ് കയ്യടിക്കാൻ പോലും മറക്കും. എല്ലാവരും ഒരു 10 സെക്കൻഡ് നിശബ്ദരായിട്ട് ഇങ്ങനെ നിൽക്കും, അത്രയ്ക്ക് ഉജ്ജ്വലം. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് കൊച്ചച്ഛൻ വലിയ അച്ഛനോട് ചോദിക്കും, അച്ഛൻ എങ്ങനെയുണ്ട്? അച്ഛൻ പറയും, നന്നായിട്ട് വളരെ നന്നായിട്ട്. അപ്പോൾ വളരെ നന്നായി, ശരിക്കും നന്നായി, വളരെ നന്നായി. കണ്ടില്ലേ നീ ആൾക്കാരൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടില്ലേ? എല്ലാവരും അന്തപ്പെട്ട് നിൽക്കായിരുന്നു എൻ്റെ ആ ഒരു വാഗ്ധോരണി കണ്ടിട്ട്. 2 തെറ്റൊഴിച്ചാൽ ബാക്കിയുള്ള നല്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം എന്താ 2 തെറ്റുണ്ടായോ? ആ കുഴപ്പമില്ല, 2 തെറ്റല്ലേ ഉണ്ടായുള്ളൂ. എന്താ 2 തെറ്റ്? ഒന്ന്, യേശു മരിച്ചത് കാൽവരി കുന്നുകളിലാണ്, കാർഗിൽ മലനിരകളിലല്ല. 2, അദ്ദേഹം കുരിശിലാണ് മരിച്ചത്, വെടിയേറ്റിട്ടല്ല. ഈ 2 തെറ്റൊഴിച്ചാൽ ബാക്കിയെല്ലാം പെർഫെക്റ്റ് ആണ് എന്ന് വലിയ അച്ഛൻ അദ്ദേഹത്തോട് പറഞ്ഞു, കൊച്ചച്ഛനോട് പറഞ്ഞു. അപ്പൊ ഇത് ഗ്രോക്കും ChatGPT-യും ഈ സംഗതികളെല്ലാം തരുന്നത്, ജെമിനിയെല്ലാം തരുന്നത് നിങ്ങളുടെ തലക്കകത്തൂടെ കടന്നു പോയിട്ട് ഇത് ശരിയാണോ എന്ന് ഒന്നുകൂടെ ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. AI ഒക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കിയിട്ട് ചില വാർത്തകളൊക്കെ സൃഷ്ടിക്കാമെന്നാണെങ്കിൽ ഇപ്പം അതിൻ്റെ ആവശ്യമേ ഇല്ല. ഇപ്പം നോർമലായിട്ടുള്ള വിഷയം കൊടുത്താൽ മതി. ഇപ്പം ഗാസയിൽ 10,000 കുഞ്ഞുങ്ങളെ കൊന്നു, 1.5 വയസ്സുള്ള കുട്ടിയെ കൊന്നു, അല്ലെങ്കിൽ 6 മാസം പ്രായമുള്ള കുഞ്ഞിനെ ബോംബിട്ട് കൊന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് ഞെട്ടാൻ, അതിനെ എതിർക്കാൻ. ലോകം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു റൈറ്റ് വിങ് ഡോമിനൻസ് അവരുടെ കയ്യിലാണ് ഈ പറഞ്ഞ സാങ്കേതിക വിദ്യ എല്ലാം ഉള്ളത്. ആ സാങ്കേതിക വിദ്യയുടെ ഉപഭോക്താക്കളായിട്ടാണ് നമ്മളും മാറിക്കൊണ്ടിരിക്കുന്നത്. അറിഞ്ഞോ അറിയാതെയോ നമ്മളും മാറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞെട്ടലുണ്ടാക്കുന്ന എല്ലതും എന്താ അത് വളരെ നിസ്സാരം. ഇപ്പൊ നേരത്തെ പറഞ്ഞ ട്രംപിന്റെ ഉദാഹരണമായാലും വെനുസിലായാലും എല്ലാം നിസ്സാരമാക്കുന്ന സാഹചര്യത്തിലേക്ക് നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് കൂടി മാറിപ്പോകുന്നത് ഇതിന്റെ എല്ലാം ഉത്തരവാദിത്തമാണ്. ഇപ്പോൾ ഇരിക്കുന്ന മാധ്യമപ്രവർത്തകർ മാത്രമല്ല, നമ്മൾ ഓരോരുത്തരും മാധ്യമപ്രവർത്തകരാണ് എന്ന് നേരത്തെ പറഞ്ഞു. സ്വാഭാവികമായും നമ്മുടെ കയ്യിൽ, നമ്മുടെ വിരൽത്തുമ്പിൽ വരുന്ന ഒരു വ്യാജ വാർത്തയെ അത് വ്യാജ വാർത്തയാണ് എന്ന് അറിയാതെ നമ്മൾ പ്രചരിപ്പിക്കുമ്പോൾ, നമ്മളത് ഷെയർ ചെയ്യുമ്പോൾ, നമ്മളത് ഗ്രൂപ്പുകളിൽ നിന്ന് ഗ്രൂപ്പുകളിലേക്ക് മാറി മാറി തള്ളിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളും വ്യാജ വാർത്ത സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു എവിടെ നിന്നാണോ ഇതിന്റെ തുടക്കം, അതിന്റെ ഇങ്ങേ അറ്റത്ത് നമ്മൾ അതിന്റെ പ്രചാരകരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് കിട്ടുന്ന അവസരത്തെ പോലും അതിന്റെ രാഷ്ട്രീയ ശരിയെ പരിശോധിക്കാൻ ഇൻഡിവിജ്വലി നമുക്ക് പറ്റുന്നില്ല. ചിലപ്പോൾ നേരത്തെ അതായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക, ഈ മെയിൻ സ്ട്രീം മീഡിയയുടെ മാത്രമല്ല, നമുക്ക് വന്ന ഒരു മൈൻഡ് സെറ്റിന്റെ പ്രശ്നം, നമുക്ക് വന്ന എളുപ്പ വഴികളുടെ ഒരു പ്രശ്നം, ഇതെല്ലാം ഈ ഇപ്പോഴത്തെ സമകാലിക സാഹചര്യത്തെ അതിഭീകരമായ തരത്തിൽ മലീമസമാക്കുന്നുണ്ട്. അതുകൊണ്ടുകൂടിയാണ് നമ്മൾ ഈ നിർമ്മിത വാർത്തയുടെ ശരിയും തെറ്റും അന്വേഷിക്കുന്നത്. അപ്പോൾ സനീഷ് പറഞ്ഞതിനോട് യോജിച്ചും വിയോജിച്ചും ഷാഹിനേച്ചി സംസാരിക്കും. സനീഷ് പറഞ്ഞ കാര്യങ്ങളുടെ ഒരു തുടർച്ചയും ഇവിടെ നേരത്തെ വന്ന ചില അഭിപ്രായങ്ങളോടുള്ള പ്രതികരണമാണ്. എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട് ഞാൻ അടിസ്ഥാനപരമായിട്ടൊരു മാർക്സിസ്റ്റ് ആണെന്ന്. കാരണം എല്ലാം തീരുമാനിക്കുന്നത് മുതലാളിത്തമാണ് എന്ന് ഓരോ
ദിവസം ലോകം മുമ്പോട്ട് പോകുന്നവർ നമുക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കും. ഇപ്പം നേരത്തെ ഇവിടെ പറഞ്ഞ ചില കാര്യങ്ങൾ, ഇപ്പോൾ നമ്മൾക്ക് ഇപ്പം പെട്ടെന്ന് ഇൻഫർമേഷൻ കിട്ടാനുള്ള സാധ്യതകൾ നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പം ഗ്രോക്ക് ആയാലും ജെമിനി ആയാലും നമ്മളൊരു കാര്യം അതിനോട് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് ഉത്തരം തരും. അത് സനീഷൂടെ പറഞ്ഞ ആ അപകടം, അതായത് അത് മോഹൻലാലിനെ പറ്റിയ അപകടം, കവിത ഏതോ ഒരു എയോട് പോയി ചോദിച്ച് കിട്ടിയ കവിതയും കൊണ്ട് പിന്നെ അവാർഡ് വാങ്ങിക്കാൻ പോയി വഷളായത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം, ഇപ്പം നമ്മൾ ഗ്രോക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്ലാറ്റ്ഫോം ആയിക്കോട്ടെ, അടിസ്ഥാനപരമായി അതിനകത്തുള്ള ഡാറ്റാ സെറ്റ്, അതിൽ ഫീഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ഡാറ്റാ സെറ്റിൽ നിന്നുകൊണ്ടുള്ള ഉത്തരങ്ങൾ മാത്രമാണ് അതിന് തരാൻ കഴിയുക. അതിൽ തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയി കിട്ടുന്ന പ്ലാറ്റ്ഫോമുകളും നിങ്ങൾ പൈസ കൊടുത്ത്, നിങ്ങൾ ഡോളർ കൊടുത്ത് വാങ്ങിക്കുന്ന പ്ലാറ്റ്ഫോമുകളും നല്ല വ്യത്യാസമുണ്ട് താനും. നിങ്ങൾക്ക് ഫ്രീ ആയി കിട്ടുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്ലാറ്റ്ഫോമുകളിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന വിവരങ്ങളെക്കാൾ കുറേ കൂടി ആധികാരികതയും കുറേ കൂടി വെരിഫൈഡ് ആയിട്ടുള്ളതുമായ കാര്യങ്ങളായിരിക്കും. കുറേ കൂടി എന്ന് വെച്ചാൽ കുറേ കൂടി വിപുലമായ ഡാറ്റാ സെറ്റ് ഈ പെയ്ഡ് ആയിട്ടുള്ള ഈ പ്ലാറ്റ്ഫോമുകൾക്കകത്തുണ്ട്. മുഖ്യധാരാ മാധ്യമങ്ങൾ ചെയ്യുന്നത് സാമൂഹ്യ മാധ്യമങ്ങളെ പിന്തുടരുക എന്നുള്ളതാണ്. ഇപ്പോൾ നേരത്തെ അഭിലാഷ് പറഞ്ഞൊരു സംഗതിയുണ്ട്, നമ്മൾ ബോംബെയിൽ എത്തിയിട്ടുള്ളൂ, അവർ കറാച്ചിയിലെത്തി. എൻ്റെ അഭിപ്രായത്തിൽ അവരിനി എവിടെ എത്തിയാലും, അവരിനി അന്റാർട്ടിക്കയിൽ എത്തിയാലും ഈ ബോംബെയിൽ നിൽക്കുന്ന ടീമിന്റെ അടുത്ത് നിന്നായിരിക്കും നമുക്ക് കൃത്യമായിട്ട് കാര്യം മനസ്സിലാവുക എന്ന് ആളുകൾക്ക് തോന്നുന്ന തരത്തിലുള്ള വിശ്വാസ്യത ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇനി മാധ്യമങ്ങൾക്ക് ചെയ്യാനുള്ള പണി. സത്യത്തിൽ ബ്രേക്കിംഗ് ന്യൂസിന്റെ കാലം കഴിഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നിങ്ങളെ ആർക്കാണ് ഈ ബ്രേക്കിംഗ് ന്യൂസ് കൊടുക്കുന്നത്? ഇപ്പം തിരുവനന്തപുരത്ത് ഒരു ബോംബ് വീണു എന്ന് വിചാരിക്കുക, അത് ഏറ്റവും ആദ്യം വരിക സോഷ്യൽ മീഡിയയിലാണ്. അത് ആ സ്പോട്ടിൽ പ്രസന്റ് ആയിട്ടുള്ള ഒരാൾക്ക് അത് വീഡിയോ എടുത്ത്, അയാൾ ജീവനോടെ ഉണ്ടെങ്കിൽ അയാൾക്ക് അത് വീഡിയോ എടുത്ത് ലൈവ് ചെയ്യാൻ പറ്റും. ഫേസ്ബുക്ക് അടക്കമുള്ള മെറ്റയുടെ മാധ്യമങ്ങൾ, സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ വലിയ റോള് വഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. രാഷ്ട്രീയത്തിൽ വലിയ തോതിൽ ഈ സാമൂഹ്യ മാധ്യമങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മളെല്ലാവരും ജീവിക്കുന്നത് ഒരു ഫിൽട്ടർ ബബിളിനകത്താണ്. നമ്മൾ സത്യം പറഞ്ഞാൽ ഇതൊരു എക്കോ ചേമ്പറാണെന്ന് ഞാൻ പറയും. കാരണം ഒരേ അഭിപ്രായമുള്ള കുറേ മനുഷ്യരാണ് ഇവിടെ ഇരിക്കുന്നത്. ഒരേ അഭിപ്രായമുള്ള കുറേ മനുഷ്യരിരിക്കുന്ന സ്ഥലത്തിനെയാണ് നമ്മൾ എക്കോ ചേമ്പർ എന്ന് വിളിക്കുക. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, നമ്മൾ ഇവിടുന്ന് പുറത്തിറങ്ങി നമ്മൾ ഫോണിൽ ഫേസ്ബുക്കോ ഇൻസ്റ്റഗ്രാമോ എടുത്താൽ നമ്മളൊരു ഫിൽട്ടർ ബബിളിനകത്താണ്. ഈ എക്കോ ചേമ്പറിൽ നിന്ന് ഇറങ്ങി നമ്മളൊരു ഫിൽട്ടർ ബബിളിനകത്തേക്കാണ് പോകുന്നത്. ഫിൽട്ടർ ബബിൾ എന്ന് പറയുന്നത് അൽഗോരിതമൈസ്ഡ് എക്കോ ചേമ്പറാണ്. ഇപ്പം ഇവിടെ അൽഗോരിതം ഇല്ല, ഏതാണ്ട് ഒരേ രാഷ്ട്രീയ അഭിപ്രായങ്ങളുള്ള കുറേ മനുഷ്യർ, അത് എക്കോ ചേമ്പറാണ്. പക്ഷെ ഇവിടെ നിന്ന് പുറത്തിറങ്ങി നമ്മൾ ഫേസ്ബുക്ക് കയ്യിലെടുത്താൽ നമ്മൾ ആ ഫിൽട്ടർ ബബിളിനകത്തേക്ക് വീണു. ഈ ഫിൽട്ടർ ബബിളിന്റെ പ്രശ്നം എന്താ? ഫിൽട്ടർ ബബിളിന്റെ പ്രശ്നം നമ്മൾ വിചാരിക്കുന്നത്, ഇപ്പൊ നമ്മുടെ ഫേസ്ബുക്ക് നമ്മളെടുത്തു, ഇൻസ്റ്റഗ്രാം നമ്മളെടുത്തു, നമ്മളെ പോലെ തന്നെ ചിന്തിക്കുന്ന ആളുകളുടെ ഫീഡാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുക. കാരണം നമ്മളിൽ നിന്നും വളരെ വ്യത്യസ്തരായ ആളുകളെയൊക്കെ നമ്മൾ ബ്ലോക്ക് ചെയ്യും. കഴിയുന്നത്ര എന്താ പറയുക, അത് കാണാൻ നമുക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമ്മളിൽ നിന്നും വളരെ വ്യത്യസ്തമായ രാഷ്ട്രീയ അഭിപ്രായങ്ങളും ഒക്കെ വെച്ച് പുലർത്തുന്നവരെയൊക്കെ നമ്മൾ ബ്ലോക്ക് ചെയ്യും. അല്ലെങ്കിൽ അങ്ങനെ അടിച്ചമർത്തി നമ്മുടെ മേലേക്ക് അടിച്ചേൽപ്പിക്കുന്ന വാർത്തകളൊക്കെ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് അതിനോട് പ്രതിരോധിക്കുക എന്നുള്ളതാണ്. അതാണ് ഒരു പ്രാഥമിക ഒരു കാര്യം. അത് അറിഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ ടൈറ്റിൽ പറയുന്ന പോലെ തന്നെ നേരും നുണയും എന്നുള്ളതാണല്ലോ. യഥാർത്ഥത്തിൽ നേരിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, നുണ രണ്ട് തരത്തിലുള്ള നുണയുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒന്ന് നേരിട്ടുള്ള നുണയാണ്. ഇപ്പൊ നേരത്തെ ഷാഹിനേച്ചി പറഞ്ഞ പോലെ അത് യഥാർത്ഥത്തിൽ നേരിട്ടുള്ള നുണയാണ്. അത് നമുക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഫേക്കായ ഒരു സംഗതി ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ മുമ്പിലേക്ക് തരികയാണ്. അവിടെ തന്നെ ഇപ്പോ വെനസ്വേലയുടെ കഥയിൽ തന്നെ ഇന്നലെ മിനിയാന്ന് മുതൽ പ്രചരിക്കുന്ന ഒരു സാധനമുണ്ട്. ഈ നിക്കോളാസ് മഡുറോ ട്രംപിനെ വാടാ ഇവിടെ വാടാ എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചു എന്നും തൊട്ടടുത്ത ദിവസം അവിടെ പോയി ഇയാളെ പിടിച്ചുകൊണ്ടുപോയി എന്നുള്ള ഒരു വീഡിയോ വൈറ്റ് ഹൗസ് തന്നെ പങ്കുവെച്ചത് ചിലപ്പോൾ നിങ്ങൾ തമാശയായിട്ടാണ് പ്രചരിക്കുന്ന ഒരു സാധനം കണ്ടിട്ടുണ്ടാവും. യഥാർത്ഥത്തിൽ ആ വീഡിയോയിൽ ഇയാൾ പറയുന്നുണ്ട്, വോക്കലി പറയുന്നുണ്ട്, ഇങ്ങോട്ട് ഇവിടെ വാടാ, ധൈര്യം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്തേക്ക് വാടാ എന്ന് പറയുന്നത്. അത് യഥാർത്ഥത്തിൽ അതിന്റെ മുഴുവൻ വീഡിയോ ഇപ്പോ ഇംഗ്ലീഷ് മാധ്യമങ്ങളും അല്ലാത്ത ആളുകളും ഒക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. തിരിച്ചടി ഇടതുപക്ഷത്തിന് നേരിട്ടപ്പോ പല ഇടതുപക്ഷ പ്രവർത്തകരും ഈ കനത്ത തിരിച്ചടി ഞാൻ ഉദ്ദേശിച്ച സീറ്റുകളുടെ കാര്യത്തിൽ, ഞാൻ ആ രാഷ്ട്രീയത്തിലേക്ക് പോകല്ല, തിരിച്ചടി ഉണ്ടായില്ല രണ്ടാമത്തെ കാര്യം. പക്ഷെ ഈ സോഷ്യൽ മീഡിയയിൽ മാത്രം ജീവിച്ചിരുന്ന ഒട്ടനവധി ആളുകൾ പരസ്പരം ചോദിക്കുന്നുണ്ട് എങ്ങനെ സംഭവിച്ചു. കാരണം അവർ കണ്ടിരുന്ന ഫേസ്ബുക്ക് പേജുകളിൽ, അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ എല്ലാം വിജയിച്ച് കിടക്കുകയാണ്.
മറ്റൊരു പ്രശ്നവുമില്ല. നമ്മൾ രാവിലെ എഴുന്നേറ്റാൽ നമ്മൾ നോക്കുന്നത് നമ്മുടെ ഗ്രൂപ്പുകളാണ്, നമ്മുടെ പേജാണ്, നമ്മൾ ഏറ്റവും കൂടുതൽ ലൈക്ക് ചെയ്യുകയും നമ്മൾ ഷെയർ ചെയ്യുകയും ചെയ്യുന്ന സാധനം തന്നെയാണ് നമുക്ക് ചുറ്റും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അവിടെ ഒരു പ്രശ്നം സംഭവിച്ചിട്ടില്ല. പ്രശ്നം മറ്റെവിടെയൊക്കെയാണ് സംഭവിക്കുന്നത്. ആ സംഭവത്തിലേക്കാണ് ഈ നേരത്തെ പറഞ്ഞ അധികാരവും അധികാരമുള്ളവരുടെ സമ്പത്തും അവരുടെ രാഷ്ട്രീയവും അരിച്ചരിച്ചിറങ്ങി വൈകാരികമാക്കുന്നത്. സുസ്മിത ചേച്ചി, അങ്ങനെ വൈകാരികമാകുന്ന ഒരു കാലത്ത് എഡിറ്ററുടെ പ്രസക്തി എന്താണ്? ഇനി അങ്ങനെ എഡിറ്റർമാർക്ക് ജീവിക്കാൻ പറ്റുമോ? നേരത്തെ ഷാഹിന പറഞ്ഞതിൻ്റെ തന്നെ തുടർച്ചയായിട്ടുള്ള കാര്യമാണിത്. നേരത്തെ പറഞ്ഞല്ലോ എക്കോ ചേംബർ എന്ന് പറയുന്ന ആ ഒരു പ്രതിഭാസത്തിനെ കുറിച്ച്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് നമ്മുടെ ഈ പരമ്പരാഗത മാധ്യമങ്ങളെ തന്നെ അവമതിക്കാനുള്ള ഒരു ശ്രമം ഇതിൻ്റെ കൂടെ തന്നെ നടക്കുന്നുണ്ട്. കാരണം തീർച്ചയായിട്ടും നിങ്ങൾ എത്ര പിന്തിരിപ്പൻ എന്ന് ചൂണ്ടിക്കാണിക്കുന്ന പരമ്പരാഗത മാധ്യമമായാലും അതിനകത്ത് ഒരു വിഷയത്തിൻ്റെ ഒന്നിലേറെ വശങ്ങൾ ഏതെങ്കിലുമൊക്കെ തരത്തിൽ വരും. ഒരാളുടെ പ്രസ്താവനയായിട്ടോ, ഒരാളുടെ പ്രസംഗമായിട്ടോ, ഒരു ചിത്രമായിട്ടോ, അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഒരു പത്രാധിപർക്കുള്ള കത്തായിട്ടോ എങ്കിലും എത്ര കണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു പക്ഷത്തോടൊപ്പം നിൽക്കുന്നു എന്ന് പറയുന്ന പരമ്പരാഗത മാധ്യമത്തിലായാലും വിഷയങ്ങളുടെ വിവിധ വശങ്ങൾ, ഒരു നാണയത്തിന്റെ രണ്ടു വശം എന്ന് നമ്മൾ പറയുന്ന പോലെ വിവിധ വശങ്ങൾ തീർച്ചയായിട്ടും എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് കൊടുക്കാൻ എല്ലാ പരമ്പരാഗത മാധ്യമങ്ങളും നിർബന്ധിതരാണ്. അത് പത്രമായാലും ശരി, ഒരു പരിധി വരെ ടെലിവിഷൻ ആയാലും ശരി. അപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ ഈ എഡിറ്റർ എന്ന് പറയുന്ന പ്രതിഭാസം അവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഇത് എഡിറ്റ് ചെയ്യപ്പെട്ട വാർത്തകളാണ് അതിൽ വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ എക്കോ ചേംബറിനെ ആരാധിക്കുന്ന, അതിനെ ഇഷ്ടപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അതിലൂടെ തങ്ങളുടെ ആശയങ്ങൾ പുഷ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ മറുവശം ഒരിക്കലും അറിയരുത് എന്നുള്ളതാണ് അവരുടെ താല്പര്യം.